പാഠം 879. ബലരാമൻ എന്നൊരു വക്കീൽ. സുധാകരൻ വധക്കേസിലെ പ്രതി ചന്ദ്രപ്പനെ കോടതി വെറുതെ വിട്ടു. വിവാദമായ സുധാകരൻ വധക്കേസിലെ ഒന്നാം പ്രതി സുധാകരന്റെ ബന്ധുവുമായ ചന്ദ്രപ്പനെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെറുതെ വിട്ടുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ നിരത്തിയ ആരോപണങ്ങളൊന്നും സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് വിധിന്യായത്തിൽ പറയുന്നു. പ്രതിക്ക് വേണ്ടി ഹാജരായത് പ്രശസ്ത അഭിഭാഷകൻ KR ബലരാമനായിരുന്നു. കഷ്ടം. ഇതുപോലുള്ള വക്കീലന്മാരുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും ആരെയും കൊല്ലാം. നിന്റെ കോടതിയിലെ കേസിന്റെ വിധിയാ കൊലക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടത്. അത് ഞാൻ ഇന്നലെ മോഹനോട് പറയാൻ മറന്നുപോയതാ. എന്റെ മോഹനേട്ടാ, ബലരാമ സാർ വാദിച്ചുകൊണ്ട് മാത്രമാണ് ആ ചന്ദ്രപ്പൻ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു ഭയങ്കര വക്കീൽ തന്നെ കേട്ടോ. സത്യം പറയാലോ, വക്കീൽ എന്ന് പറഞ്ഞ അങ്ങനെ ആയിരിക്കണം. ബലരാമ സാർ ഓരോ അനിഷ്ടന്നാ കേട്ടത്. കഴിവുള്ള വക്കീലന്മാരെ കണ്ടുപിടിച്ച് കൂടെ നിർത്തുന്നൊരു സ്വഭാവമുണ്ട് സാറിന്. ഇന്നലെ സത്യപാലന പറഞ്ഞത് ബലരാമ സാർ എന്നെ പറ്റി ചോദിച്ചു എന്ന്. നിന്നെ പറ്റി അന്വേഷിക്കുന്നത്? അതെ, ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ബലരാമ സാറിന്റെ ജൂനിയർ ആയിരിക്കും. പിന്നെ എനിക്ക് ഏടാൻ വല നോക്കേണ്ടി വരില്ലല്ലോ. ഇതുപോലത്തെ കേസൊക്കെ വാദിച്ചേക്കുന്ന ബലരാമ സാറിനെ ഒന്ന് കാണുന്നത് സംസാരിക്കുന്നൊക്കെ ഒരു ഭാഗ്യമല്ലേ? തോന്നൂല. മോഹനേട്ടൻ ഒരു സാധാ വില്ലേജ് ഓഫീസർ ആണല്ലോ. ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മോഹനേട്ടന് മനസ്സിലാകൂല. ഏതോ ഒരു വക്കീല് ഏതോ ഒരു കേസ് അയച്ചതിന് നീ ഇങ്ങനെ അഹങ്കരിക്കുന്നതിനാ എനിക്ക് മനസ്സിലാവാത്തത്. ഏതോ ഒരു വക്കീലെന്നോ? ബലരാമ സാറ് ഏതോ ഒരു കേസുമല്ല, കേരളം മുഴുവൻ ശ്രദ്ധിച്ചു നോക്കിയിരുന്ന ഒരു കൊലപാതക കേസാണ് ബലരാമ സാർ ജയിച്ചിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമാണ് മോനട്ടാ. എങ്ങനെയെങ്കിലും ബലരാമ സാറിനോട് കുറച്ചു കാലം ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും വലിയ വക്കീലായനെ. നമ്മൾ ഇടപെടുന്നവരുടെ സാമർത്ഥ്യം നമ്മളെ സ്വാധീനിക്കുന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെ അങ്ങ് സ്വാധീനിക്കുമായിരുന്നെങ്കിൽ നീ ആരാകേണ്ടതായിരുന്നു? മാന്യനും സത്യസന്ധനും നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയുമായ ഒരു വില്ലേജ് ഓഫീസറുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ടും അതിന്റെ ഒരു ഗുണവും നിനക്ക് കിട്ടിയില്ലല്ലോ. ഒരു വില്ലേജ് ഓഫീസറോട് ജീവിച്ചുകൊണ്ട് നമ്മൾ ആരാവാനാണ് മോനേട്ടാ? പറയോ വലിയ ഓഫീസറാണ്, പക്ഷെ സർക്കാർ കണക്കിലോ ഒരു ക്ലർക്ക്. അതുപോലെയാണോ നാട് മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വക്കീല്? ബലരാമൻ വക്കീലിനെ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്നു നിന്നോട് ആരാ പറഞ്ഞ? കൊലപാതകങ്ങൾക്കും അഴിമതിക്കാർക്കൊക്കെ അയാള് ചിലപ്പോ വലിയ ദൈവമായിരിക്കും, പക്ഷേ അന്തസ്സായും മാന്യമായും ജീവിക്കുന്നവർക്ക് അയാൾ ഒരു പുല്ലുമല്ല. പക്ഷെ ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. പത്രത്തിൽ പേര് വരുന്ന വലിയ കാര്യമൊന്നുമല്ല. കട്ടാലും പിടിച്ചു വെച്ചാലൊക്കെ പത്രത്തിൽ പേര് വരും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് മാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസ് വാദിച്ച് ജയിക്കുക എന്ന് പറയുന്നൊരു നിസാര കാര്യമേ അല്ല. ബലരാമ സാറിനോട് കുറച്ചു കാലം ജോലി ചെയ്താൽ തന്നെ നമുക്ക് നല്ല പേരാവും. പിന്നെ സാറിന്റെ ഏതെങ്കിലും ഒരു കേസിൽ കൂടെ ഹാജരാവാനും കൂടി പറ്റിയ പിന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ അല്ലേ. കക്ഷികൾ ഈ വീടിന്റെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കും. എന്റെ വീടിന്റെ മുമ്പിൽ കള്ളന്മാരും കൊലപാതകരും വന്ന് ക്യൂ നിന്ന വിവരം അറിയും. ഞാൻ ഒരു ഗാന്ധിയനാണ്. എന്റെ വീടിന്റെ മുന്നിൽ അത്തരക്കാർ വന്നു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കൊലപാതക കേസിലെ പ്രതി കരനീർക്കാൻ വില്ലേജ് ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് മോഹനോട് പറയൂ. അതുപോലല്ലോ ഇത്. അതുപോലെ തന്നെയാണ് ഇതും. എന്നെ ബലരാമ സാർ അന്വേഷിച്ചെന്ന് സത്യപാലൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ സാറിനെ പോയി കാണും. എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സാറിനെ ജൂനിയറും ആക്കും. ഏതോ ഒരു വക്കീല് ഏതോ കേസ് വായിച്ച് ജയിച്ചതിനും നിന്നെ പറ്റി അന്വേഷിച്ചതിന്റെ പേരിലും നീ അങ്ങ് ഒരുപാട് അഹങ്കരിക്കല്ലേ. നീ ഈ പറഞ്ഞ ബലരാമൻ വക്കീലിന് ബുദ്ധിയും സാമർഥ്യവും ഉണ്ട് എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ അയാൾ ഒരിക്കലും ഒരു കാരണവശാലും നിന്നെ കൂടെ കൂട്ടില്ല. നിന്റെ മുഖത്ത് നോക്കി അറിയാലോ, ബുദ്ധി എന്ന് പറയുന്ന സാധനം നിന്റെ അയൽവക്കത്ത് കൂടെ പോലും പോയിട്ടില്ലെന്ന്. നിന്നെ പോലൊരു കഴുതയെ ജൂനിയർ ആക്കുന്ന വിഡ്ഢിയാണ് അയാളെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ കേസ് ചെയ്യും? സാറേ, ഉത്തമനാണ്,
ഞാൻ ഉത്തമനോട് സംസാരിച്ചിട്ട് വരുമ്പോഴേക്കും ഈ ഷർട്ടും മുണ്ടും ഒക്കെ തേച്ച് വെച്ചേക്കണം. ബലരാമൻ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇതൊക്കെ ചെയ്യാൻ താമസിച്ചാൽ എന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. അയ്യോ, ഇതുവരെ കണ്ടതല്ലാത്ത മറ്റൊരു മുഖം കൂടി ഉണ്ടോ? അയ്യോ, എങ്കിലും അതൊന്ന് കാണണം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഇന്നലെ PWDയിലെ കുമാര സാറിനെ കണ്ടിരുന്നു. കണ്ടപാടെ കുമാര സാറ് എന്റെ അടുത്ത് പറയുകയാണ്, കെ മോഹനേഷ് സാർ ഭയങ്കര ഒരു സംഭവമാണല്ലോ ഉത്തമ. കുമാര സാർ വാങ്ങിച്ച വസ്തുവിന്റെ പോക്കോരോ നടത്താനായി ഇന്നലെ കുമാര സാർ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നല്ലേ സാറേ? വന്നിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഏകദേശം ഒരു 30 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു. പോക്കോരോ നടത്തുന്നതിന്റെ നടപടിക്രമങ്ങൾ ഞാൻ കുമാരൻ സാറിന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതാണ് കാര്യം. എന്തായാലും കുമാര സാറിനെ മോഹനേഷ് സാറിനെ വല്ലാതെ അങ്ങ് ബോധിച്ചിട്ടുണ്ട്. മറ്റൊരാളെ പറ്റി കുമാര സാറ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ദിവസവും എത്രയോ പേര് എന്നെ പറ്റി നല്ലത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉത്തമ. പക്ഷേ ഇവിടെ ഒരു വക്കീലുള്ളതിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കുമാരൻ സാർ പറഞ്ഞ കാര്യം ഉത്തമൻ തന്നെ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും. അവളുടെ ഭർത്താവിനെ പറ്റി നാട്ടുകാർക്കുള്ള അഭിപ്രായം എന്താണെന്നുള്ള സത്യം അവളോട് അറിയട്ടെ. അതിനെന്ത് സാറേ, ഞാൻ പറയാം. രാവിലെ കൃഷ്ണൻകുട്ടി ചേട്ടൻ ചായക്കട കയറിയപ്പോഴേ അവിടെ ഇരുന്ന സകലരെടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞാണ്. ഞാൻ ഇത് പറയാതിരിക്കൂ? സാറിനെ പറ്റി കുമാര സാറിനെ പോലുള്ള ഒരാൾ നല്ലത് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വലിയ സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ സാറേ, ഞാൻ ഇപ്പൊ വന്നതേ ആ ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നോ നാളെയോ കിട്ടിക്കഴിഞ്ഞാൽ അവനത് വലിയ ഉപകാരമായിരിക്കും. അയ്യോ, വക്കീലിവിടെ ഉണ്ടായിരുന്നു. നമസ്കാരം. ഓ, എന്നാലും എന്റെ വക്കീല് കേട്ടപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ സത്യമായ ഒരു കാര്യം കേൾക്കുമ്പോ വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ല. ബലരാമൻ വക്കീൽ ഒരു സംഭവം തന്നെ അല്ലേ? ആണോ എന്ന് ഉത്തമ? ചന്ദ്രപ്പനെ ആ കേസ് വെറുതെ വിടുമെന്ന് ഒരാളും കരുതിയതല്ല. ബലരാമ സാറ് കേസ് ബാധിച്ചുകൊണ്ട് മാത്രമല്ല ചന്ദ്രപ്പൻ രക്ഷപ്പെട്ടത്. പിന്നല്ലാതെ. പിന്നെ വക്കീലെ, ഞാൻ ഈ ബലരാമൻ വക്കീലിനെ 1-2 തവണ കണ്ടിട്ടുണ്ട്. കാണുമ്പോ തന്നെ അറിയാലോ, ആളൊരു സിംഹം തന്നെയാണ്. ഇതുപോലൊരു വക്കീല് നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാ? എവിടുന്ന് ഉത്തമ? സത്യം പറഞ്ഞ ബലരാമ സാറിനെ പോലെ ഒരാളോട് ജോലി ചെയ്യാനെങ്ങാനും പറ്റിയ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. എന്റെ കാര്യം ബലരാമ സാറ് തിരക്കിയെന്നാണ് സത്യപാലൻ പറഞ്ഞത്. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ സാറിന് ജൂനിയർ ആവും. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ വക്കീൽ പിന്നെ ആരാ? കേട്ടോ സാറേ, ഈ ബലരാം വക്കീൽ എന്ന് പറയുന്ന ആളെ ഭയങ്കര സംഭവം. ജോണിക്കുട്ടിയുടെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കണമെന്നാണ് ഉത്തമൻ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത്. അല്ല സാറേ, ഇന്ന് കിട്ടി കഴിഞ്ഞാൽ നല്ല സൗകര്യം. ഇന്ന് കിട്ടിയത് തന്നെ. ഉത്തമൻ വില്ലേജ് ഓഫീസിലേക്ക് വാ, ശരിയാക്കി തരാം. എന്റെ പിടിയിട്ടില്ല. അയ്യേ, സാറെന്തോന്ന് കൈ കാണിച്ചിട്ട് പോയത്? ഈ ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ശരിയാക്കാന്ന് ഞാൻ ആദ്യം വന്നപ്പോ പറഞ്ഞതാണ് എന്റെ അടുത്ത്. ബലരാമ സാറിനെ പോലത്തെ ഉത്തമൻ 2 ഡയലോഗ് പറഞ്ഞില്ലായിരുന്നു? അത് ഉത്തമന് തന്നെ പറയായി. ഇനി ഈ ജന്മത്ത് ജോണക്കുട്ടിയുടെ കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അപ്പൊ ശരി, ഉത്തമൻ ചെല്ലുട്ടോ. ഇനി ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് വലിയ ചതിയായി പോയല്ലേ വക്കീലെ. വക്കീൽ ആ സമയത്ത് ഇറങ്ങി വരാതിരുന്നെങ്കിൽ എന്റെ കാര്യം അങ്ങ് നടന്നനെ. ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഉത്തമ. ഇന്ന് ഉത്തമ കണി കണ്ടയാളെ ഇനി ഒരിക്കലും കണി കാണാതെ നോക്കോ. ഇതിലും വലുതായിരിക്കും ഇനി വരാനുള്ളത്. ഇതിലും വലുതിനി എന്തെന്ന് വരായി. ഉത്തമനെ കൂടെ കൂട്ടി ഒരു ചെറിയ നാടകം കളിച്ചാലോ? ഉത്തമ ഒന്നേ. എന്തായാലും ഉത്തമന്റെ പദ്ധതി പാളിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ചെറുതായിട്ട് സഹായിക്കാമോ? എന്ത് സഹായം? അല്ല, അതായത് ഈ ബലരാമ സാറിന്റെ കാര്യം പറഞ്ഞ് ഞാനും മോഹനേട്ടനും തമ്മിൽ ഒരു ചെറിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കാണാൻ താല്പര്യമുണ്ടെന്ന് ബലരാമ സാറ് സത്യപാലനോട് പറഞ്ഞത് മോഹനേട്ടൻ അത്രങ്ങും വിശ്വാസമായിട്ടില്ല. ഉത്തമൻ ഇപ്പൊ എന്നെ ചെറുതായിട്ടൊന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ എനിക്ക് ജയിക്കാം. എനിക്ക് മനസ്സിലായില്ല. ഈ ബലരാമ സാറ് എന്നെ കാണാനായിട്ട് ഇവിടെ വരുന്നു എന്ന് കരുതുക. വില്ലേജ് ഓഫീസർ അഹങ്കാരം തീരില്ലേ? ബലരാം വക്കീൽ വന്നാ തീരും.
പക്ഷെ ബലരാം വക്കീൽ വരുവോ? ഇന്നത്തെ പത്രത്തിൽ സുധാകരൻ കൊലക്കേസിന്റെ വിധിയെ പറ്റി വാർത്തയുണ്ട്, ബലരാമ സാറിന്റെ പേരുമുണ്ട്. ഉം. പക്ഷേ ഫോട്ടോ ഇല്ല. അതുകൊണ്ട് മോഹനേട്ടൻ ബലരാമ സാറിനെ കണ്ടിട്ടില്ല എന്നർത്ഥം. ഉം. അപ്പൊ ബലരാമ സാറാണെന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും വന്നാലും മോഹനേട്ടത് വിശ്വസിക്കില്ലേ? വക്കീൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നെ പറ്റിക്കാനായ മോഹനേട്ടന്റെ കൂടെ കൂടി എത്ര നാടകം കളിച്ചിട്ടുണ്ട് ഉത്തമൻ? അത് പിന്നെ ദാ, ഇത്തവണ എന്നെ ഒന്ന് സഹായിക്കേ. കണ്ട ബലരാമ സാറാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഒന്ന് ഏർപ്പാടാക്കി തന്നാ മതി. അതിപ്പോ സംഗതി കുറച്ച് റിസ്ക് ആണ്. ഓ പിന്നെ ഒരു റിസ്കും ഇല്ല. ഇക്കാര്യത്തിൽ ഉത്തമൻ എന്നെ സഹായിച്ചാൽ ജോണുകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കാര്യം ഞാനായിട്ട് പറഞ്ഞ് ശരിയാക്കി തരാം. അത് ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? മോഹനേട്ടന് മുൻപരിചയമില്ലാത്ത ആരെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചാൽ മതി. ഇവിടെ വന്ന് പറയേണ്ടത് എന്താന്നൊക്കെ ഉത്തമൻ അറിയാലോ. ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് സംസാരിച്ചാ മതി. ശ്ശ്, വെറുതെ വേണ്ട, പൈസ കൊടുക്കാം. പൈസ കൊടുത്ത ഒരാളെ കിട്ടാനാണോ പാട്? അതിപ്പോ വക്കീല് പറഞ്ഞതുപോലെ അഭിനയിക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആ. ആളൊരു നാടക നടനാണ്. ആ, കാശ് കൊടുക്കാന്ന് പറഞ്ഞ ആള് വരും. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. മോഹനേട്ടനെ ആൾക്ക് പരിചയം ഉണ്ടാവരുത്, അത് പ്രത്യേകം ഓർക്കണം. എന്താ ആളുടെ പേര്? പത്രോസ്. ഓ. പത്രോസ് ഏട്ടൻ വിചാരിച്ച കാര്യം നടക്കും. സംഗതി കേട്ടിട്ട് കൊള്ളാം. പ്രശ്നാവോ ഉത്തമ? എന്ത് പ്രശ്നമൊന്നേ? ഒരു പ്രശ്നവും. പത്രോസ് ഏട്ടൻ നേരെ അവിടെ ചെല്ലുന്നു. വക്കീല് സാറ് ഇറങ്ങി വരുമ്പോ ഒരു 3 മിനിറ്റ് സംസാരിക്കുന്നു. അവരകത്തേക്ക് ക്ഷണിക്കും. ഒരു കാരണവശാലും കയറരുത്. പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലം വിട്ടയക്കണം. ആ വക്കീലിന്റെ പേരെന്താ പറഞ്ഞത്? ബലരാമൻ. ആള് വലിയ കേമനാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ വെയിറ്റ് ഇട്ട് വേണം സംസാരിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ചില ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നല്ലതൊക്കെയാ, പക്ഷെ ഇംഗ്ലീഷ് വാക്കുകൾ എനിക്കറിയില്ലല്ലോ. വൈകിട്ട് 5:30 വരെ സമയമുണ്ടല്ലോ. അതിനുള്ളിൽ പഠിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചാൽ മതി. 2 മണിക്കൂർ നാടകത്തിലെ മുഴുവൻ ഡയലോഗുകൾ കാണാതെ പഠിക്കാന്നുണ്ടെങ്കിലേ ഒരു 3 മിനിറ്റിലെ ഡയലോഗുകൾ കാണാതെ പഠിക്കാൻ തോന്നുന്നു പാട്. പത്രോസ് ഏട്ടാ, പഠിക്കാം, പക്ഷെ കാശ് തരുമ്പോ അതിനുള്ളവിടെ കൂട്ടി തരണം. എത്രയാണ് പത്രോസ് ഏട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇക്കാലത്ത് 1000 രൂപ താഴെ എങ്ങനെ ഒരു കച്ചവടം നടത്തുന്നത്? 1000 രൂപ എനിക്ക് കിട്ടണം. അതിനുള്ള പണിയൊന്നും ഇല്ല പത്രോസ് ഏട്ടാ. ഒരു 3 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. ഒരു 500 രൂപ കൈ വെച്ച് തരും, അത് മതി. ആഹാ, റെഡിയായോ? കഴിക്കാൻ എടുക്കട്ടെ? അതിപ്പോ ഇങ്ങനെ ചോദിക്കാനെന്തിരിക്കുന്നു? ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് ഒരേ സമയത്താണ്. ആ സമയത്ത് ഭക്ഷണം എടുത്തു വെക്കാൻ ഇനി പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മോനേട്ടനല്ലേ ആള്. ഒരു ദിവസം അങ്ങനെ ഞാൻ ചോദിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആരോട് ചോദിച്ചാൽ നീ ഭക്ഷണം എടുത്തു വെച്ചത്? എനിക്കിപ്പോ കഴിക്കാൻ സൗകര്യമില്ല എന്നായിരിക്കില്ലേ മോനേട്ടൻ പറയാ? എന്റെ സാറിന് എനിക്കറിഞ്ഞൂടെ? പറഞ്ഞു പറഞ്ഞ് എന്നെ ഒരു കുഴപ്പക്കാരനാക്കാം എന്നാണ് നിന്റെ ധാരണ. പക്ഷേ എന്നെ പറ്റി നീ പറയുന്നൊന്നും ഒരാളും വിശ്വസിക്കില്ല. അതിന് ഞാൻ മോഹനേട്ടനെ പറ്റി ഒരാളോടൊന്നും പറയുന്നില്ലല്ലോ. അതെ, ഇനി അടുത്ത തർക്കത്തിനുള്ള വഴി നോക്കാതെ വേഗം ഒന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഹലോ. വക്കീലെ ഞാനാണേ. എന്തായി? സംഭവം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പണ്ട് നാടകമൊക്കെ കളിച്ചിരുന്ന ഒരു പത്രോസ് ഏട്ടനുണ്ട്. ആള് ഗംഭീര നടനാ. കണ്ട ഒരു വക്കീലാണ് തോന്നുകയും ചെയ്യും. കൊളവാകില്ലല്ലോ. ഓ, അക്കാര്യമൊന്നും വക്കീൽ പേടിക്കണ്ട. പത്രോസ് ഏട്ടൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഏറ്റതാണ്. പിന്നെ സംസാരിക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ ഞാൻ പത്രോസ് ഏട്ടനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ആളൊരു 4-5 മിനിറ്റ് കൂടുതൽ അവിടെ നിൽക്കൂല. പോരെ? അത് മതി. പിന്നെ പത്രോസ് ഏട്ടൻ ചോദിച്ചത് 1000 രൂപയാണ്. 500 രൂപ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കുഴപ്പമില്ല. ആള് എന്നിട്ട് അഭിനയിക്കൂലോ, അത് മതി. എത്ര മണിക്ക് അങ്ങനെ വരുന്നേ? കൃത്യം 5:20 ആൾ അവിടെ എത്തും. 5:15 മോഹനേട്ടൻ സാർ ആഫീസിൽ നിന്ന് വരുമല്ലോ. അത് മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓ ശരി വക്കീലെ. അതെയോ? അയ്യോ, എനിക്ക് സത്യം പറഞ്ഞ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ.
ഇത് സ്വപ്നമാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. അതെ അതെ, മോഹനേട്ടന് ഞാനും തമ്മിൽ ഇപ്പൊ സാറിനെ പറ്റി സംസാരിച്ചതേ ഉള്ളൂ. അതെ അതെ, സത്യപാലൻ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു സാർ. ഓ ഓ ശരി സാർ, അപ്പൊ വൈകിട്ട് കാണാം. വിളിച്ചത് ആരാണെന്ന് മനസ്സിലായോ? സാക്ഷാൽ അഡ്വക്കേറ്റ് ബലരാമൻ. എന്താ മോഹനേട്ടൻ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത്? എന്റെ മുഖം കാണുമ്പോ തന്നെ ഞാനൊരു കഴുതയാണ് എന്ന് ബലരാമ സാറിന് മനസ്സിലാകും എന്ന്. ബലരാമ സാറ് എന്നെ കാണാനായി ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നു എന്ന്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ശുക്രം തെളിഞ്ഞിരിക്കാന്ന്. ബലരാമ സാറിനോട് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടോന്ന് എന്നോട് നേരിട്ട് ചോദിക്കാനാണ് സാറ് വരുന്നത്. അത് ഞാൻ സാറിനോട് ചോദിച്ചാണ്. അപ്പൊ സാറ് പറയാണ്, സത്യഭാമയെ പോലൊരു മിടിക്കായ ഒരു വക്കീലിനോട് ഫോണിൽ സംസാരിച്ചല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന്, നേരിട്ടാവട്ടെ എന്ന്. സത്യം പറയാലോ മോനട്ടാ, സാറിന് എന്നെ ഇത്ര ബഹുമാനമായിരിക്കുന്നു ഞാൻ കരുതിയതേ ഇല്ല. ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരിക്കും. ബലരാമ സാറിന്റെ ജൂനിയർ വക്കീൽ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? സമയം തെളിയുക എന്ന് പറഞ്ഞ ഇതാണ് മോഹനേട്ടാ. മോഹനേട്ടാ വാ, ഞാൻ കഴിക്കാൻ എടുത്തുതരാം. അതൊക്കെ കഴിച്ച് വേഗം ആഫീസിൽ പോയി കാര്യം തീർത്ത് രസീത് കൊടുക്കാനുള്ളതല്ലേ. സത്യം പറയാലോ കാഞ്ഞ സാറേ, ചന്ദ്രപ്പനെ വെറുതെ വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതെങ്ങനെ സംഭവിച്ചു? അതാണ് പ്രഭേ വക്കീലന്മാരുടെ സാമർഥ്യം. ചന്ദ്രപ്പനെ തൂക്കിക്കൊല്ലാൻ വേദിക്കുമെന്ന് പത്രക്കാര് പറഞ്ഞു, ടി വിക്കാര് പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു. പക്ഷേ ബലരാമൻ വക്കീലല്ലേ ആള്. പുല്ലുപോലെ കേസ് വാദിച്ച് ജയിച്ചു കളഞ്ഞു. ആ വക്കീലിനെ ഒന്ന് കാണാൻ പറ്റുകയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പരിചയപ്പെടുകയാണെങ്കിൽ അങ്ങേരെ പരിചയപ്പെടണം. അത് വാസ്തവാ. ഇന്ന് രാവിലെ പത്രത്തിൽ വാർത്ത കണ്ടിട്ട് ഞാൻ ബലരാമൻ വക്കീലിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞപ്പോഴേ അത് പ്രഹ്ലാദൻ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നും വലിയ കാര്യമല്ലെന്നാ പ്രഹ്ലാദൻ ചേട്ടൻ പറയുന്നേ. ആണുങ്ങൾ അങ്ങനെയാ, ഭാര്യ വേറൊരാളെ പറ്റി നല്ലത് പറഞ്ഞാ അവർക്ക് സഹിക്കില്ലല്ലോ. അങ്ങനെ പറയരുത്. ഞാനും ഒരാണല്ലേ. ബലരാമൻ വക്കീലിനെ പറ്റി ഞാൻ നല്ലതല്ലേ പറഞ്ഞോളൂ. എന്തായാലും ഈ നാട്ടിൽ ഇത്രയും കഴിവുള്ള വേറൊരു വക്കീൽ ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. ശരിയാ. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങള് വെറുതെ സുധാകരൻ കൊലക്കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ പ്രതി ചന്ദ്രപ്പനെ കോടതി വെറുതെ വിട്ട കാര്യം സാർ അറിഞ്ഞില്ലേ? ഇത് വില്ലേജ് ഓഫീസാണ്. കൊലക്കേസിന്റെ കാര്യം ഇവിടെ സംസാരിക്കേണ്ട കാര്യം എന്താണ്? ബലരാമ വക്കീല് ആളൊരു വലിയ സംഭവമാണെന്ന് പറയായിരുന്നു സർ. ഇത്രയും മിടുക്കനായ വേറൊരു വക്കീലിനെ പറ്റി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ സർ. ബലരാമൻ വക്കീല് ആള് സമർത്ഥനാണ് എന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ദൈവമൊന്നും ആവില്ലല്ലോ. ഓരോ തൊഴിലിലും അതിൽ സമർത്ഥരായ ആളുകൾ ഉണ്ടാവും. വക്കീലന്മാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ബലരാമൻ കേമനായിരിക്കും. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാരുടെ കാര്യത്തിൽ മോഹനേഷ് സാർ കേമനല്ലേ? ഈ താലൂക്കിലെ ഏറ്റവും മിടുക്കനായ വില്ലേജ് ഓഫീസർ ഞാനാണ് എന്ന് തഹസീൽദാർ എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടൊന്നും നിങ്ങൾ ആരും എന്നെ പറ്റി നല്ലത് പറയാൻ കേട്ടിട്ടില്ലല്ലോ. അതുപോലെയാണോ സാറേ ഇത്? സുധാകരൻ കൊലക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടതോടെ ബൽറാം സാറ് കേരളം മുഴുവൻ പ്രശസ്തനായില്ലേ? സാറ് വിചാരിച്ചത് നടക്കൂ? പരമാവധി ഈ വില്ലേജിൽ പ്രശസ്തനാവും, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിലും വില്ലേജ് ഓഫീസർമാരെ പോലെ ആണോ സാർ വക്കീലന്മാര്? വക്കീലന്മാർ സ്വന്തം സാമർത്ഥ്യം കൊണ്ട് കേസ് ജയിക്കുകയല്ലേ. സാറാണെങ്കിൽ സർക്കാർ ചട്ടം വെച്ച് ജോലി ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളു സാർ. കാശിന്റെ കാര്യം അങ്ങനെയാണല്ലോ. സാറിന് ഒരു കൊല്ലം കിട്ടുന്ന ശമ്പളം ഒരു കേസിന് ബൽരാമ സാറിന് കിട്ടും. കാശാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. സത്യസന്ധതയ്ക്കും മാന്യതയ്ക്കും ഈ നാട്ടിൽ ഒരു വിലയുമില്ല. സാറിന്റെ വക്കീല് ബലരാമ വക്കീലിനെ കണ്ടിട്ടുണ്ടാവോ സർ? പിന്നെ കാണാതിരിക്കൂ? കൊള്ളാം. കോടതി പോകുന്നവർക്കൊക്കെ ബൽരാമ വക്കീലിനെ കാണാലോ. കാണുന്നതിലല്ലോ കാര്യം, പരിചയപ്പെടുന്നതിലല്ലേ.
പക്ഷേ സത്യഭാമ വക്കീൽ ഉറപ്പായിട്ടും ബലരാമൻ വക്കീലിനെ പരിചയം കാണും. അതൊക്കെ ഒരു ഭാഗ്യോ. സത്യം കേട്ടോ. എന്ത് ഭാഗ്യം? കൊലക്കേസിലെ പ്രതി രക്ഷിക്കാൻ വേണ്ടി കള്ളത്തിനെ പറയുന്ന ഒരു വക്കീലിനെ പരിചയപ്പെടുന്നത് അത്ര മാത്രമായ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മേലിൽ ഈ ആഫീസിൽ ബലരാമൻ എന്നൊരു വാക്ക് കേട്ട എന്റെ സ്വഭാവം. ആഹാ, അഹങ്കാരികൾ. അതെ ശിശുപാലൻ ചേട്ടാ, മഹാഭാരതത്തിലെ ബലരാമനെ കുറിച്ച് പറയാമോ? അസൂയയാ. വേറൊരാളെ പറ്റി നല്ലത് പറഞ്ഞതിന്റെ അസൂയയാ. ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. രാവിലെ പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? അസൂയ. ഹലോ, ആ വിദ്യ, എന്തുണ്ട്? ഇല്ലില്ല, മോനോട് എത്തിയിട്ടില്ല. സാധാരണ 5:15 എത്തണേ. ആ 5:20 10 എത്തും. ഇനിയിപ്പോ ബലരാമ സാറ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് വില്ലേപ്പസ്റ്റർ മുങ്ങിക്കളയോന്ന് അറിയാൻ പാടില്ല. ആ ഇനിയെല്ലാം പത്രോസിന്റെ അഭിനയം പോലെ ഇരിക്കും. ആളെത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. ഓ ആ എന്തായാലും കൃത്യസമയത്ത് തന്നെ മോഹനട എത്തി. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു മോഹനട മുങ്ങിക്കളയോന്ന്. എന്തിനാ? ബലരാമ സാർ ഇപ്പൊ വരുമല്ലോ. നാട്ടുകാരെ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ എന്നെ കാണാൻ വരുന്നു എന്ന് കേൾക്കുമ്പോ മോഹനേട്ടൻ അസൂയ വരുമല്ലോ. അപ്പൊ പിന്നെ മോഹനേട്ടൻ എന്താ ചെയ്യാൻ നമുക്ക് പറയാനേ പറ്റില്ല. എനിക്ക് അങ്ങനെ അസൂയ തോന്നേണ്ട ഒരു കാര്യമില്ല. കാരണം ബലരാമൻ വക്കീൽ വലിയ സംഭവമാണെന്ന് നീ പറയുന്നതല്ലേ. നാട്ടുകാർക്ക് ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ആഹാ, ആര് പറഞ്ഞു? ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടിൽ ബലരാമ സാറിനെ പറ്റി സംസാരിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മോഹനേട്ടന്റെ ആഫീസിലുള്ളവരും ആഫീസിൽ വരുന്നവരെല്ലാരും സംസാരിച്ചിട്ടുണ്ടാവും. എന്റെ ആഫീസിൽ ഒരാളും അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ശരി, ഞാനത് വിശ്വസിച്ചേ. പിന്നെ ബലരാമ സാറിനെ പോലെ ഒരാൾ ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. സാർ വരുമ്പോ മോഹനേട്ടൻ ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ട് വരരുത്. ഈശ്വരാ, ആളെത്തിയോ? ഇതാണ് സമയനിഷ്ഠ എന്ന് പറയുന്നത്. 5:20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം 5:20 തന്നെ. ബലരാമ സാറിന് സമ്മതിക്കണം. ഞാനും ഇതുപോലെ സമയനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഇതുവരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസർ അല്ലേ? അപ്പൊ ഈ സമയം പാലിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ബലരാമ സാർ അങ്ങനെയാണോ? വീട്ടിലൊരാൾ വരാൻ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഇല്ലേ? വാ, ഞാനില്ല. ഒന്ന് വാ മോൻട്ടാ. അയാൾ നിന്നെ കാണാനല്ലേ ഒന്ന്. അതുകൊണ്ട് എന്താ മോനേട്ടൻ വാ, വാന്ന്. ഇതന്നെ അല്ലേ? അതെല്ലോ. വരൂ. ഗുഡ് ഈവനിങ്. അഡ്വക്കേറ്റ് സത്യഭാമയല്ലേ? അതെ, സാറിനെ എനിക്കറിയാം. സത്യഭാമയ്ക്ക് അറിയാമായിരിക്കും, പക്ഷേ ഇദ്ദേഹത്തിന് എന്നെ പരിചയമില്ലല്ലോ. ഞാൻ ബലരാമൻ. സാറിനെ പറ്റി മോഹനേട്ടനോട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ സാറിന് മോഹനേട്ടന് വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലേ? അതെ അതെ. സാർ വരെ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല. എനിക്കിവിടെ അടുത്ത് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. സത്യഭാമയുടെ വീട് ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കയറാമെന്ന് കരുതി. ഞാൻ സത്യപാലനോടൊരു കാര്യം പറഞ്ഞിരുന്നു. ആ സത്യപാലൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ സാർ എന്നെ കാണുന്നു പറഞ്ഞത്? സത്യഭാമയ്ക്ക് അറിയാമല്ലോ, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്ക് ഒരുപാട് കേസുകളുണ്ട്. കർത്താവ്? അല്ല, കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ സീനിയർ വക്കീലായിരുന്ന ആ കർത്താവ് വക്കീല്. അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടാണല്ലോ ഞാൻ തുടങ്ങിയത്. പാവം, 5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കേസുകൾ ധാരാളം ഉള്ളതുകൊണ്ട് കഴിവുള്ള 1-2 വക്കീലന്മാരെ കൂടി എന്റെ കൂടെ ചേർക്കണമെന്നൊരു ചിന്ത. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും മിടുക്കിയായ വക്കീൽ സത്യഭാമയാണെന്നറിഞ്ഞു.
സത്യഭാമയ്ക്ക് എന്റെ ജൂനിയറായി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഹോ, അങ്ങനൊരു അവസരം കിട്ടിയാ അതെന്റെ ഭാഗ്യല്ലേ സർ? ഞാൻ തയ്യാറാണ് സർ. സന്തോഷം. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ വന്നോളൂ. ആഹാ. പുതിയ 1-2 കേസുകൾ അപ്പൊ തന്നെ സത്യഭാമയെ ഏൽപ്പിക്കാം. കേട്ടോ മിസ്റ്റർ മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസറാണ്. മോഹനകൃഷ്ണൻ, സത്യഭാമയെ പോലൊരു ഭാര്യയെ കിട്ടിയത് തന്റെ ഭാഗ്യമാണ്. ഇത്രയും ബുദ്ധിയും കഴിവുമുള്ള ഒരു സ്ത്രീ ഭാര്യയായി വരുന്നത് ഒരു അഭിമാനമല്ലേ? അപ്പൊ ശരി, ഞാൻ വരട്ടെ. ഇപ്പം വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? പോയാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മോനേട്ടാ, മോനേട്ട മൊത്തം ചമ്മല് കാണുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്നെ കാണാൻ വന്ന ബലരാമ സാറ് ഇവിടുത്തെ കോടതിയിൽ മാത്രമല്ല, ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലും വരെ കേസുള്ള വക്കീലാണ്. സാറിനോട് ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം അപ്പൊ എന്താ? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് വാദിക്കാമോ എന്നാണ്. ഹൈക്കോടതി പോയി കേസ് വാദിച്ച് ഞാനൊരു വലിയ വക്കീലായി കഴിയുമ്പോ മോഹനേട്ടന് എന്റെ വില മനസ്സിലാവും. പിന്നെ മോഹനേട്ടൻ എന്നെ കളിയാക്കാൻ വരികയേയില്ല. കേസ് വരും. ഹൈക്കോടതി മാത്രമല്ല, സുപ്രീം കോടതിയിൽ കേസ് വരും. ഡൽഹി പോയി സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച് ജയിച്ച് ഞാനൊരു ഭയങ്കര സംഭവമാവുന്നത് മോനേട്ടൻ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ മോനേട്ടാ? ഉണ്ടാവില്ല. കാരണം ഒരു വില്ലേജ് ഓഫീസർക്ക് സങ്കല്പിക്കാവുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. വെറുതെ നിന്ന് വാചം അടിക്കാതെ പോയി ചായ എടുത്ത് വെക്ക്. ഞാൻ ഈ ഷർട്ടും കൊണ്ട് മാറി വരുമ്പോഴേക്കും ചായ എടുത്ത് വെച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പിന്നെ നീ ഹൈക്കോടതി പോയിട്ട് മുൻസിഫ് കോടതി പോലും പോവില്ല. അങ്ങനെ വില്ലേജ് ഓഫീസറെ തൽക്കാലത്തേക്ക് ഒതുക്കി. ഉത്തമന്റെ പത്രസാള് കൊള്ളാട്ടോ. അതാരണപ്പാ. ബലരാമ സാറോ? അയ്യോ, സാറെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് കെയർ ബലരാമൻ. എനിക്കറിയാം സാർ, ഞാൻ കോടതി വെച്ച് സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ സത്യഭാമയെ ഒന്ന് കാണാമെന്നാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അയ്യോ, അത് വേണ്ട. അല്ല, വേറൊന്നും കൊണ്ടല്ല സാർ, അകത്ത് ഭയങ്കരമായ ഒരു ക്ലീനിങ് നടന്നോണ്ടിരിക്കുക. എല്ലാം ആകെ ആലങ്കോലമായിട്ട് കിടക്ക. അതുകൊണ്ട് ഇവിടുന്ന് സംസാരിക്കുന്നതായിരിക്കില്ലേ നല്ലത് അല്ലേ? ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാർ, ഞാൻ നാളെ രാവിലെ സാറിന്റെ ഓഫീസിലേക്ക് വരാം. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാലോ. അതാ നല്ലത്. ഞാൻ ഇന്ന് രാത്രി എറണാകുളത്ത് പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരൂ. ഹൈക്കോടതിയിൽ 1-2 കേസുണ്ട്. ആണോ? ശരി. അല്ല, ഞാൻ സത്യപാലനോടൊരു കാര്യം പറഞ്ഞിരുന്നു. സത്യപാലന തന്നോട് പറഞ്ഞോ? പറഞ്ഞിരുന്നു സാർ. എന്റെ കൂടെ 1-2 കേസുകൾ സഹായിക്കാൻ സത്യഭാമ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അന്വേഷിച്ചപ്പോ എല്ലാവർക്കും തന്നെ പറ്റി വലിയ അഭിപ്രായമാണ്. ഒരുപാട് സന്തോഷം സാർ. ഞാൻ വന്നോളാം. ഞാൻ സാറിനെ ഫോൺ ചെയ്താൽ മതിയല്ലോ അല്ലേ? ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട. കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയേക്കാം. വേണ്ട. അയ്യോ, സത്യഭാമയുടെ ഭർത്താവല്ലേ മോഹനകൃഷ്ണൻ? ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? എന്നെ മനസ്സിലായി കഴിഞ്ഞ ഞാൻ എന്നെ കാണാമെന്ന് എന്നെ ഈ 1, 2, 3 അല്ല കേസിന്റെ കാര്യമുണ്ട്. എനിക്ക് സമയമുണ്ടോ താല്പര്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് വന്ന അല്ലേ? അതെ അല്ലേ? അങ്ങനെയല്ലേ സാർ? അതെ. അപ്പൊ ശരി, ഇനി കേസിന്റെ കാര്യമൊക്കെ ഞാൻ ഓഫീസിൽ ഒന്ന് സംസാരിച്ചോളാം. എറണാകുളത്ത് തിരിച്ചു വന്നതിന് ശേഷം അല്ലേ? അത് പറ്റില്ല.
ഈ ആഴ്ച തീരുമാനമാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ, എന്താ സാറിന്റെ പേര് പറഞ്ഞത്? എന്റെ പേര് പേരേട്ട മോഹനേട്ടൻ ഞെട്ടും. സത്യത്തിൽ ഇത്തരം പ്രശസ്തനായ വേറെ ആരാ നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ? ആ, അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാതെ വരില്ലല്ലോ. എന്റെ അമ്മേ. എന്റെ പേര് ബലരാമൻ, അതെ. KR ബലരാമൻ. അഡ്വക്കേറ്റാണ്. അയ്യോ. ഇവിടെ കേസുകൾ ധാരാളമായതുകൊണ്ട് എനിക്ക് സഹായത്തിന് ഒന്ന് രണ്ട് പേരെ വേണം. അന്വേഷിച്ചപ്പോ സത്യഭാമ മിടുക്കിയാണെന്നറിഞ്ഞു. ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ടാണോ സാർ ഇവിടെ സംസാരിക്കുന്നത്? അകത്തേക്ക് ഇരിക്കാം. അല്ല, അകത്ത് ക്ലീനിങ് നടക്കുകയാണെന്ന് സത്യഭാമ പറഞ്ഞു. ഓ, അങ്ങനെ. ആ, അത് കഴിഞ്ഞു. നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോ. സാർ അകത്തേക്ക് പറഞ്ഞു. ശരി. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലോ. സാറ് അകത്ത് കയറിയിരിക്കണം. അകത്തേക്ക് ഇരിക്കാം. എന്റെ ഈശ്വരാക്കാത്തോളേ. ഞാൻ കാല് പിടിക്കാം. നാറ്റിക്കരുത്. നീ എന്നാ ഹൈക്കോടതി പോകുന്നത്? വലിയ വലിയ കേസുകൾ വാദിക്കാനായിട്ട്. ഞാൻ പോണില്ല. ഈ സുപ്രീം കോടതി പോയി കേസ് വാദിച്ച് ഭയങ്കര സംഭവമായി മാറണ്ടേ? അതിലും നല്ലത് മോഹനേട്ടന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണല്ലേ. ഒറ്റ ചോദ്യം കൂടി. എന്താ? ആദ്യം വന്നവൻ ഏതാ? പത്രോസ്. ഉത്തമന്റെ ഏർപ്പാടാ. ഓ, വല്ലാത്തൊരു ചതിയായി പോയി ഇത്. ബലരാമൻ വക്കീൽ തന്നെ കാണാൻ വരുമെന്നൊരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല സത്യഭാമയ്ക്ക്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ ലോകത്തിൽ ഓരോന്ന് സംഭവിക്കുന്നത്. ഭർത്താവിനെ തോൽപ്പിക്കാൻ ഇറങ്ങി ദയനീയമായി പരാജയപ്പെട്ട വക്കീലിനോട് സഹതപിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു. ഭാര്യയ്ക്ക് ജാമ്യം നിൽക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ?